അപ്പോ നമ്മുടെ കഥയിലെ പ്രധാനികൾ ആരൊക്കെയാണെന്നറിയണ്ടേ? ഒരു രാജാവ്, പിന്നെ ഒരു സന്യാസി. നമ്മുടെ കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്കു മുൻപാണ്. ചെമ്പകശ്ശേരി എന്ന ദേശത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ചതുരംഗം കളിയില് രാജാവിനെ വെല്ലാൻ അന്നാട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരവുമുണ്ടായിരുന്നു, തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ സാധാരണക്കാരനെന്ന് തോന്നിക്കുന്ന ഒരു സന്യാസി രാജസദസ്സിലെത്തി. എന്നിട്ട് രാജാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷേ ആരുമറിഞ്ഞില്ല അതൊരു സാധാരണ കളിയായിരിക്കില്ലെന്ന്. കളി തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് താൻ എന്തായാലും ജയിക്കുമല്ലോ എന്ന അഹങ്കാരത്തിൽ രാജാവ് സന്യാസിയോട് ചോദിച്ചു, "പറയൂ, ജയിച്ചാൽ അങ്ങേക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്?" എന്ന്. സന്യാസി ആവശ്യപ്പെട്ട സമ്മാനം കേട്ടപ്പോ രാജാവിന് ചിരി വന്നു. ചതുരംഗപ്പലകയിലെ ആദ്യത്തെ കളത്തിൽ ഒരൊറ്റ മണിയരി വയ്ക്ക, രണ്ടാമത്തേതിന് അതിന്റെ ഇരട്ടി, അതായത് 2, മൂന്നാമത്തേതില് 4, അങ്ങനെ ഓരോ കളത്തിലും ഇരട്ടിപ്പിച്ചു പോവുക. എന്ത് സിമ്പിൾ അല്ലേ? പക്ഷേ ആ നിസ്സാരമായ ആവശ്യത്തിനു പിന്നിൽ വലിയൊരു കണക്കിന്റെ കളി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കളി മുന്നോട്ടു പോകുന്തോറും രാജാവിന്റെ ചിരി പതിയെ മാഞ്ഞു തുടങ്ങി. കാരണം അരിമണികളുടെ എണ്ണം കുതിച്ചുയരുകയായിരുന്നു. വെറും 20ാമത്തെ കളം എത്തിയപ്പോഴേക്കും കൊടുക്കേണ്ട അരിയുടെ എണ്ണം എത്രയായിരുന്നു അറിയോ? 10 ലക്ഷം. അപ്പോഴേക്കും കളി കൈവിട്ടുപോയി തുടങ്ങിയിരുന്നു. 20ാമത്തെ കളത്തിൽ തന്നെ 10 ലക്ഷമായെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. 40ാമത്തെ കളമെത്തിയപ്പോഴേക്കും സംഖ്യ 1 ലക്ഷം കോടി കഴിഞ്ഞു. അതായത് 1 ട്രില്യൺ. രാജാവിന് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനും അപ്പുറമായിരുന്നു അത്. അവസാനം 64ാമത്തെ കളവും കഴിഞ്ഞപ്പോ കൊടുക്കണ്ടിയിരുന്ന അരിയുടെ ആകെ എണ്ണം, അത് നമുക്ക് എണ്ണിത്തീർക്കാൻ പോലും പറ്റാത്തത്ര വലുതായിരുന്നു. ഈ കാണുന്ന ഭീമാകാരമായ സംഖ്യ. സത്യം പറഞ്ഞാ ആ രാജ്യത്തുള്ള മൊത്തം അരിയെടുത്താലും അതിന്റെ ഒരംശം പോലും ആവുമായിരുന്നില്ല. അങ്ങനെ രാജാവ് കളിയിലും ജീവിതത്തിലും ഒരുപോലെ തോറ്റു. തനിക്കൊരിക്കലും ആ കടം വീട്ടാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അഹങ്കാരമെല്ലാം പോയി ആകെ നിസ്സഹായനായി അദ്ദേഹം തലകുനിച്ചു നിന്നു. രാജാവ് തോൽവി സമ്മതിച്ച് നിൽക്കുന്ന ആ നിമിഷമാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. രാജാവ് തോൽവി സമ്മതിച്ചതും ആ എളിയ സന്യാസി പതിയെ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അത് സാക്ഷാൽ ശ്രീകൃഷ്ണനായിരുന്നു. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് അതൊരു കളിയായിരുന്നില്ല, തന്റെ അഹങ്കാരം മാറ്റാനുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്ന്. തോറ്റുപോയ രാജാവിനെ ഭഗവാൻ കൈവിട്ടില്ല. ആ വലിയ കടം വീട്ടാനായി വളരെ മനോഹരമായ കാരുണ്യമുള്ളൊരു വഴി അദ്ദേഹം തന്നെ പറഞ്ഞുകൊടുത്തു. കൃഷ്ണൻ രാജാവിനോട് പറഞ്ഞു, "ഈ കടമങ്ങ് പണമായി വീട്ടേണ്ട. പകരം ഇവിടെ വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദിവസവും വയറ് നിറയെ പാൽപ്പായസം നൽകുക. അങ്ങനെ കാലങ്ങളോളം ആ കടം വീട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന ദിവ്യമായ നിവേദ്യമുണ്ടാകുന്നത്." എന്തൊരു മനോഹരമായ കഥയാണല്ലേ? ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാല്, ദൈവം വന്നിട്ട് എനിക്ക് പൂജ ചെയ്യൂ, എന്നെ പ്രീതിപ്പെടുത്തൂ എന്നല്ല പറഞ്ഞത്. പകരം നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കൂ എന്നാണ്. അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. അപ്പോ ആ പഴയ ഐതിഹ്യം ഇന്നും എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇന്നത്തെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി അതിനെന്ത് ബന്ധമാണുള്ളത്? നമുക്ക് നോക്കാം. ഇതൊരു വെറും കഥയല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ആ ഒരു കടം വീട്ടലുണ്ടല്ലോ, അത് ഇന്നും ഓരോ ദിവസവും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒരു മുടക്കവുമില്ലാതെ നടക്കുന്നുണ്ട്. ഇതൊരു ജീവിക്കുന്ന പാരമ്പര്യമാണ്. അതുകൊണ്ടുതന്നെ അമ്പലപ്പുഴയിലെ പാൽപ്പായസം വെറുമൊരു ഡെസേർട്ട് അല്ല, അതൊരു പ്രസാദമാണ്. അതായത് ആദ്യം ഭഗവാന് സമർപ്പിച്ചിട്ട് പിന്നെ ഭക്തർക്ക് നൽകുന്ന ഒന്ന്. ആ ഒരു സമർപ്പണം അതിനൊരു ദൈവീകത നൽകുന്നു. ഈ പായസത്തിന് രസകരമായ വേറൊരു പേരുകൂടിയുണ്ട്, ഗോപാല കഷായം. എന്താ അങ്ങനെ വിളിക്കുന്നതെന്നറിയോ? ഗോപാലൻ എന്നത് കൃഷ്ണന്റെ പേരാണ്. കഷായമെന്ന് പറയുന്നത് പോലെ മണിക്കൂറുകളോളം ശ്രദ്ധയോടെ പാലും വെള്ളവും വറ്റിച്ച് കുറുക്കിയെടുത്താണ് ഇതുണ്ടാക്കുന്നത്. അതോടൊപ്പം കൃഷ്ണന്റെ നാമം ജപിക്കുകയും ചെയ്യും. അപ്പൊ ആ പേര് എത്ര കറക്റ്റാണെന്ന് നോക്കിക്കേ. തീർന്നില്ല, ഇനിയുണ്ട് വിശ്വാസങ്ങൾ. ഈ പായസത്തിന്റെ ആ ഒരു പ്രത്യേക രുചിക്ക് കാരണം അവിടത്തെ മണികിണർ എന്ന പുണ്യകിണറിലെ വെള്ളമാണെന്ന് പലരും വിശ്വസിക്കുന്നു. പോരാത്തതിന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ദിവസവും ഉച്ചയ്ക്ക് ഈ പായസം കഴിക്കാനായി അമ്പലപ്പുഴയിൽ എത്താറുണ്ടെന്നും ഒരു വിശ്വാസമുണ്ട്.